അവളുടെ മിഴികൾ ആ മുറിയിലാകെ ഒന്ന് ഓടി നടന്നു. പെട്ടെന്നാണ് ഭംഗിയുള്ള ഒരു മരപ്പെട്ടി അവളുടെ കണ്ണിലുടക്കിയത്. അവൾ പതിയെ അതിന് നേർക്ക് നടന്നു. അതിൻ്റെ മൂടി തുറക്കാനായി അവൾ പെട്ടിക്ക് മേലെ കൈവച്ചു. അഗ്നി കുഞ്ഞെ, അത് തുറക്കരുത്. അവൾ എന്തേ എന്ന അർത്ഥത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി. അത് തുറക്കാൻ പാടില്ല. ആ പെട്ടിക്കുള്ളിൽ പുറത്തേക്ക് എടുക്കാൻ പാടില്ലാത്ത പലതുമുണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവിടെ ഇരുന്ന് ചിതലരിച്ച് പുഴുവരിച്ച് മണ്ണോട് ചേരട്ടെ. ഒരുതരം ബാധ കയറിയവരെ പോലെ അവർ ആന്തലും കൊണ്ട് പുറത്തേക്ക് നടന്നു. ആ പെട്ടിയിൽ എന്താണെന്നറിയാതെ പുറത്തേക്ക് ഇറങ്ങാൻ മനസ്സുണ്ടായിരുന്നില്ല മിത്രയ്ക്ക്. എന്നാൽ മുത്തശ്ശിയെ ധിക്കരിക്കാനും വയ്യ. നിലവറയുടെ വാതിൽക്കൽ എത്തിയതും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ പെട്ടി അവളെ മാടി വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യാനേ മിത്ര ഇതുവരെ ശ്രമിച്ചിട്ടുള്ളൂ. ഇതും അങ്ങനെ തന്നെ. ഇന്നല്ലെങ്കിൽ ഇനി ഒരു ദിവസം ഞാൻ ആ പെട്ടി തുറക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഇപ്പോൾ ചിതലിനും പുഴുവിനും കൊടുക്കാൻ മനസ്സില്ല. പുറം ലോകം കാണാതിരിക്കാൻ മാത്രം എന്ത് രഹസ്യമാണ് ആ പെട്ടിക്കുള്ളിലെന്ന് ഒന്നറിയണമല്ലോ. അന്ന് രാത്രി അത്താഴത്തിന് ശേഷം ഉറങ്ങാൻ കിടന്ന മിത്രയെ തേടി വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് എത്തി. അവളത് പ്ലേ ചെയ്തു. ഹായ് അഗ്നിമിത്ര, മിസ്റ്റർ എക്സ് ആണേ. കുറച്ച് ദിവസം ഞാൻ തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. അല്ലാതെ ഞാൻ നിന്നെ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഈ ഫോണിൽ കൂടി പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ നീ വിചാരിക്കും നേരിട്ട് മീറ്റ് ചെയ്യാൻ ആയിരിക്കുമെന്ന്. അല്ലേ? നീ എന്നെ കണ്ടുപിടിക്കാനായി നടക്കുമ്പോൾ ഞാൻ എന്തിനാ നിന്റെ മുന്നിലേക്ക് വരുന്നത്? അയാൾ ഒന്ന് ചിരിച്ചുകൊണ്ട് തുടർന്നു. നാളെ രാവിലെ നിന്റെ തറവാടിൻ്റെ ഉമ്മറത്ത് ഒരു ബ്രൗൺ എൻവലപ്മെൻ്റ് ഉണ്ടായിരിക്കും. നിന്റെ ഗോവിന്ദേട്ടൻ എഴുന്നേറ്റ് ഉമ്മറത്ത് എത്തുന്നതിന് മുൻപ് അത് വന്ന് എടുത്തോണം. അതിലടങ്ങിയിട്ടുണ്ടാവും എനിക്ക് നിന്നോട് പറയാനുള്ളത്. അപ്പോൾ മറുപടിക്കായി ഞാൻ നാളെ വിളിക്കാം. വോയിസ് അവസാനിച്ചതും അവൾ അങ്ങനെ തന്നെ നിന്നു. ഞാനിവിടെ എത്തിയത് അയാൾ എങ്ങനെ അറിഞ്ഞു? അതിനൊരു മറുപടി കണ്ടെത്താൻ കഴിയാതെ അവളുടെ മനസ്സുഴറി. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റതാണ് മിത്ര. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും അവൾ പൂമുഖവാതിൽ തുറന്നു നോക്കും. ആരെങ്കിലും വല്ല ലെറ്ററും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞു. ഇതിനിടയിൽ അവൾ എത്ര വട്ടം പൂമുഖത്ത് പോയി നോക്കിയെന്ന് അവൾക്ക് പോലും അറിയില്ല. വെറുതെ അയാൾ തന്നെ പറ്റിച്ചതാണ്. ഇത് വിശ്വസിച്ച താനൊരു വിഡ്ഢി. അവൾ പൂമുഖത്ത് വന്നു നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. ഇനി താൻ പുറത്തേക്ക് വരുമ്പോഴേക്കും ഗോവിന്ദേട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടാകും. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാകണം മിസ്റ്റർ എക്സ്. അങ്ങനെ പറഞ്ഞുകൊണ്ടവൾ അകത്തേക്ക് നടന്നു. അവൾ തിരിച്ചകത്തേക്ക് കയറുമ്പോഴാണ് പൂമുഖത്തെ വാതിൽ പടിയുടെ സൈഡിലായി ചുമരിൽ കുത്തി നിർത്തിയതുപോലെ ഒരു എൻവലപ്മെന്റ്. ആ ബ്രൗൺ നിറത്തിലുള്ള കവർ വിറയാർന്ന കൈകളോടെ അവൾ എടുത്തു. പിന്നെ വാതിലടച്ചുകൊണ്ട് മുകളിലേക്കൊരു ഓട്ടമായിരുന്നു. പടികൾ കയറുമ്പോൾ ശബ്ദമില്ലാതിരിക്കാൻ അവൾ പരമാവധി ശ്രദ്ധിച്ചു. മുറിയിലെത്തിയതും അവൾ വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് ബെഡിലേക്കിരുന്നു. ഓടി വന്നതിനാലാകാം അവൾ നന്നായി അണയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ദീർഘനിശ്വാസം മുതിർത്തുകൊണ്ട് അവൾ തൻ്റെ നെഞ്ചിടിപ്പിനെ ത്വരിതഗതിയിലാക്കി. ശ്വാസഗതി നോർമലായപ്പോൾ അവൾ എഴുന്നേറ്റ് മുറിയിൽ ലൈറ്റിട്ടു. പിന്നെ ആ കവറെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. കവറിന് പുറത്തെഴുതിയ വരികളിൽ അവളൊന്ന് കണ്ണോടിച്ചു. അഗ്നിപുത്രിക്ക്. അഗ്നിപുത്രിയോ? എന്താണ് അങ്ങനെ ഒരു സംബോധന? ഇനി അഗ്നിമിത്രയ്ക്കെന്ന് തെറ്റിപ്പോയതാണോ? അങ്ങനെയായിരിക്കും. വല്ല ഇരട്ടത്വം ഇരുന്ന് എഴുതിയതാവും. അങ്ങനെ അഗ്നിമിത്ര അഗ്നിപുത്രിയായി. മിത്രയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇത്രയും മണ്ടനാണോ ഈ കഥയിലെ വില്ലൻ? അല്ലെങ്കിൽ തന്നെ നിന്നെയൊക്കെ വില്ലനായിട്ട് ആര് കണ്ടു? അവൾ ഒട്ടിച്ച കവർ ചെറുതായി കീറിക്കളഞ്ഞുകൊണ്ട് അതിനുള്ളിലുള്ള 4 മടക്കി വെച്ച കടലാസ് പുറത്തെടുത്തു. എൻ്റെ അഗ്നിപുത്രി, ഇപ്പോൾ നിന്റെ മുഖത്ത് വിരിയുന്ന ഭാവം എന്താണെന്ന് എനിക്കിവിടെ ഇരുന്ന് കാണാൻ കഴിയും. ഇയാൾക്കെന്താ വട്ടാണോ അഗ്നിമിത്ര എന്ന എന്നെ അഗ്നിപുത്രി എന്ന് വിളിക്കാൻ? അങ്ങനെയല്ലേ നീ ഇപ്പോൾ ചിന്തിച്ചത്? അതെ, അങ്ങനെ തന്നെയാണ് അഗ്നിമിത്ര ചിന്തിച്ചത്. എന്നാൽ കേട്ടോ, അഗ്നിയിൽ കുരുത്തവൾ ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ നിനക്ക് അഗ്നിപുത്രി എന്ന് പേരിട്ടത്. പേരൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം. നിനക്ക് വെറും 22 വയസ്സാണ് അല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഒരു 22കാരി, അതും ഒരു സ്റ്റുഡൻറ്റ്. അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുകയെന്നൊക്കെ വെച്ചാൽ നീയൊന്ന് ആലോചിച്ച് നോക്ക്. ആരോടാണ് നീ യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നതെന്ന്? വ്യക്തമായ കളം വരച്ച് അതിലൂടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ഒരുങ്ങുന്ന എന്നോട്. സത്യത്തിൽ എനിക്ക് നിന്നോട് കുഞ്ഞൊരു പ്രണയം തോന്നുന്നുണ്ട് പെണ്ണെ. നിന്നെ കാണുമ്പോൾ കുഞ്ഞൊരാഗ്രഹം. എന്താഗ്രഹം എന്ന് നീ ചിന്തിക്കാം. ആ ആഗ്രഹത്തിന് എൻ്റെ മനസ്സിലൊരു പേരുണ്ട്. ലക്ഷ്യം നേടാൻ പലതും ചെയ്യുമെങ്കിലും ഇത്രയും തരംതാണ പ്രവൃത്തി ഞാൻ ചെയ്യില്ല. അതും നിന്നോട്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം മനസ്സിലങ്ങ് താഴ്ത്തി വയ്ക്കുക. അത് ഞാൻ കാണിക്കുന്ന ഔദാര്യമായി നീ കരുതരുത്.
നിന്നെ തകർക്കാൻ എൻ്റെ കയ്യിലിട്ട് തന്നെ നിന്നെ ഞെരിക്കണമെന്നില്ല. അതിന് കരുത്തുള്ള ആൺപിള്ളേർ എൻ്റെ കയ്യിലുണ്ട്. ഞെരിച്ചുടച്ച് വല്ല തെങ്ങിനും വളമാക്കിയിടും ഞാൻ. നീ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും നിന്റെ നാശത്തിലേക്കാണ്. ആനന്ദ് ഗംഗാധർ എന്ന മനുഷ്യനെ ഒരു പ്രൊഫസറായിട്ട് മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. അതിലും അപ്പുറം ആ മനുഷ്യൻ എന്താണെന്ന് നിനക്കറിയില്ല. അയാൾ പറഞ്ഞ കഥകളിൽ വിശ്വസിച്ച് മൂഢസ്വർഗം തീർക്കുകയാണ് നീ ഇപ്പോൾ. അതുകൂടാതെ നീ വേറൊരുത്തനെ കാണാൻ പോയിരിക്കുന്നു, സായി സാരംഗ്. അവൻ ആരാണെന്നാ നിന്റെ വിചാരം? അവനെ കാണാൻ പോയത് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് നീ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അതിനൊരു ഉത്തരമേ ഉള്ളൂ. നിന്റെ കൂടെ കാണുന്ന നിഴൽ നിന്റേതല്ല, എൻ്റെതാണ്. എൻ്റെ നിഴലാണ് നിനക്കൊപ്പം നടക്കുന്നത്. അഴിക്കുംതോറും മുറുകിക്കൊണ്ടിരിക്കുന്ന ചുരുളുകളിലാണ് നീ ഇപ്പോൾ തൊട്ടു നിൽക്കുന്നത്. അഗ്നിമിത്ര, അവസാനമായി ഞാൻ നിന്നോട് പറയുകയാണ്, നീ ഈ ഗെയിമിൽ നിന്നും എത്രയും വേഗം പുറത്തേക്ക് പോകണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തീർക്കും. നിന്നെ തീർക്കുന്നതിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. നീ സഞ്ചരിക്കുന്ന വഴി കറക്റ്റാണ്. മുന്നിലെ തടസ്സങ്ങൾ നീങ്ങുന്ന നിമിഷത്തിൽ നീ ലക്ഷ്യത്തിലെത്തും. എന്നാൽ നിന്റെ എതിരാളി ഞാനായതുകൊണ്ട് നീ ഒരിക്കലും ആ ലക്ഷ്യം താണ്ടില്ല. പാതി വഴിയിൽ നിന്നെ തീർക്കും ഞാൻ. ലക്ഷ്മിയെ കൊന്ന അത്രയും റിസ്കില്ല നിന്നെ കൊല്ലാൻ എന്നോർത്താൽ നന്ന്. ഇത്രനാളും ഫോണിൽ വിളിച്ചിട്ട് ഇപ്പോഴെന്തിനാ ലെറ്റർ എഴുതുന്നതെന്ന് നീ ചിന്തിക്കുന്നുണ്ടാവും. ഫോണിൽ കൂടി സംസാരിച്ചാൽ ഇനി അതെനിക്ക് ആപത്താണ് എന്നറിയാവുന്നതുകൊണ്ട് റിസ്ക് എടുക്കാൻ എനിക്ക് ഒട്ടും മനസ്സിലില്ല. നീ ഒന്ന് മനസ്സിൽ ഓർത്തു വെച്ചോ, ഇനി ഒരു ലെറ്ററോ മെസ്സേജോ ഫോൺ കോളോ എൻ്റെതായി നിന്നെ തേടിയെത്തില്ല. തിരിഞ്ഞു നടക്കണോ മുൻപോട്ട് പോകണോ എന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം. നിന്റെ തീരുമാനങ്ങൾ നിന്റെ ശരികളായിരിക്കുമെന്ന് എനിക്കറിയാം. നീ തിരിഞ്ഞു നടക്കുകയാണെങ്കിൽ ഈ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടില്ല. അതല്ല, നിന്റെ പാത മുൻപോട്ടാണെങ്കിൽ തീർച്ചയായും നമ്മൾ തമ്മിൽ കണ്ടിരിക്കും. ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് മിസ്റ്റർ എക്സ് ഒപ്പ്. അവൾ ആ കത്ത് കൈപ്പിടിയിൽ ചുരുട്ടിപ്പിടിച്ചു. ചുണ്ടിൻ്റെ കോണിൽ ഒരു പുച്ഛം വിരിഞ്ഞു. വിഡ്ഢി, എനിക്കായി ഈ കത്ത് എഴുതിയത് നിന്റെ വിഡ്ഢിത്തമാണെന്നേ ഞാൻ പറയൂ. മരിക്കാൻ എനിക്ക് പേടിയില്ലടോ. കുറച്ചെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നവളായതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഒരു ഉറപ്പുണ്ട്. എൻ്റെ മരണം ദൈവത്താൽ നിശ്ചിതമാണ്. അത് നിന്റെ കൈകൊണ്ടാണെന്ന് ദൈവം നിശ്ചയിച്ചാൽ അതിനപ്പുറം എനിക്കൊരു വാക്കില്ല. ദൈവത്തിൻ്റെ ഇച്ഛ അതാണെന്ന് കരുതി ഞാനത് സന്തോഷപൂർവ്വം സ്വീകരിക്കും. അല്ലാതെ പേടിച്ച് പിന്നിലേക്ക് ഓടില്ല ഞാൻ. അങ്ങനെ ചെയ്താൽ ഞാൻ ജീവിതകാലം മുഴുവൻ ഓടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വിഷയം എൻ്റെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ടതില്ലല്ലോ. വെറുമൊരു വീട്ടമ്മയായി ഭർത്താവിനെ അനുസരിച്ച് കഴിയുന്ന ഉത്തമയായ ഭാര്യയായി വീട്ടിൽ ഒതുങ്ങിക്കൂടാമായിരുന്നല്ലോ. നീ പോടാ മരത്തലയാ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഇനി എൻ്റെ നീക്കങ്ങളെല്ലാം എൻ്റെ മാത്രം രഹസ്യങ്ങളായിരിക്കും. ഒന്നും നീ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. തകർക്കും നിന്നെ ഞാൻ, കരുതിയിരുന്നു. അവൾ ആ ലെറ്റർ തൻ്റെ ഹാൻഡ് ബാഗിലേക്ക് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. പിന്നെ ബെഡിൽ ചമ്രം പടഞ്ഞിരുന്നു. മനസ്സന്നേരം പിന്നിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആനന്ദ് ഗംഗാധർ പ്രോജക്റ്റ് വർക്ക് ഏൽപ്പിച്ചതു മുതൽ ഇന്നലെ വരെയുള്ള ഓരോ രംഗങ്ങളും ഒരു തിരശീലയിലെന്ന പോലെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. സംശയം തോന്നുന്നിടത്ത് ഒന്നുകൂടെ റീ ചെയ്തു, ചിലത് സൂം ചെയ്തു. ഇതുവരെ ചിന്തിച്ചതും സഞ്ചരിച്ചതുമെല്ലാം മനസ്സിൽ നിന്നും പാടെ തുടച്ചു മാറ്റി പുതിയ കണക്കുകൂട്ടലുകളും തിയറികളും അവിടെ സ്ഥാനം പിടിച്ചു. പെട്ടെന്നാണ് അവളുടെ ഫോൺ ശബ്ദിച്ചത്. കിച്ചു ആണല്ലോ. എന്താ ഈ നേരത്ത്? ഹലോ കിച്ചു, പറയൂ. നീ അവിടെ നേരത്തെയൊക്കെ എണീറ്റോ? അവളുടെ തെളിമയാർന്ന സംസാരം കേട്ടതും അവൻ ചോദിച്ചു. ഞാൻ ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതുമൊക്കെ കിച്ചു എന്തിനാ അന്വേഷിക്കുന്നത്? രാവിലെ തന്നെ ഉടക്കിലാണോ? ഞാനില്ല നിന്നോട് വഴക്കിടാൻ. ഒരു അർജൻറ്റ് കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. എന്താണാവോ അർജൻറ്റ് കാര്യം? എനിക്ക് പ്രൊഫസർ ആനന്ദ് ഗംഗാധറിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. എന്ത് കാര്യങ്ങൾ? അയാൾ നിന്നോട് പറഞ്ഞ അയാളുടെ കഥ വോയിസായി എനിക്ക് അയച്ചു തരണം. എന്തിന്? ലക്ഷ്മി അമ്മയുടെ മരണം വിരൽ ചൂണ്ടുന്നത് അയാളിലേക്കാണ്. അടുത്ത് തന്നെ പോലീസ് അയാളെ കസ്റ്റഡിയിലെടുക്കും. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ തെളിവുകളും അയാളെ പ്രതി ചേർക്കുന്നതിന് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. ആത്മവിശ്വാസത്തോടെ പറയുന്നവനായി പുച്ഛമെറിഞ്ഞു കൊടുത്തുകൊണ്ട് അവൾ ചോദിച്ചു. നീ വല്ലാതെ പുച്ഛിക്കണ്ട. കൂട്ടുകാരിയെ പഞ്ഞിക്കിട്ടവനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് നടന്നിട്ടെന്തായി? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കണക്കിലെ എണ്ണാമ്പതം കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി പോലെ അയാളുടെ പേര് കണ്ടുപിടിക്കുന്നതിനായി ഒരു എക്സ് എന്ന പേരും കൊടുത്തിരിക്കുന്നു. എന്നിട്ടെന്തേ കണ്ടുപിടിച്ചോ? നീ ഇനി കണ്ടുപിടിക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. നീ എക്സ് എന്ന പേര് കൊടുത്തിട്ടുള്ള ആൾ നിന്റെ പ്രൊഫസർ തന്നെയാണ്, പ്രൊഫസർ ആനന്ദ് ഗംഗാധർ. പരിഹാസത്തിൽ പൊതിഞ്ഞ അവൻ്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും അവളുടെ ചുണ്ടിലെ പുഞ്ചിരി മായാതെ നിന്നു. അപ്പോൾ ഓൾഡേജ് ഹോമിലെ മതിൽ ചാടി കടന്നു വന്ന് ലച്ചു അമ്മയെ കൊന്നത് ആനന്ദ് ഗംഗാധർ സാർ ആണെന്ന് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അല്ലേ?
മതിൽ ചാടിക്കടന്നവനെയും ഉള്ളിലേക്കുള്ള വാതിൽ തുറന്നു കൊടുത്തവനെയും ഞങ്ങൾ പൊക്കിക്കഴിഞ്ഞു പെണ്ണേ. കൊന്നത് അയാളുടെ കൈകൊണ്ടല്ലെങ്കിലും കൊട്ടേഷൻ അയാളുടേതാണ്. അതിന് വ്യക്തമായ തെളിവുണ്ട്. ഓക്കെ, നിങ്ങളുടെ തെളിവുകളും കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ. നിങ്ങൾ അന്വേഷിക്കുന്ന കേസിന് വേണ്ടി എൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഒന്നും ഞാൻ തരില്ല. കാരണം എൻ്റെയും നിങ്ങളുടെയും അന്വേഷണം രണ്ട് വഴിക്കാണ്. ഇന്ന് പുലർച്ചയോടുകൂടി പ്രതി ആരാണെന്നുള്ള ഒരു നിഗമനത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു. അതെൻ്റെ ഒരു നിഗമനം മാത്രമാണ്. ഇനിയാണ് എൻ്റെ യഥാർത്ഥ അന്വേഷണം തുടങ്ങുന്നത്. ഇതുവരെ ഞാൻ നടന്ന വഴികളൊന്നും ശരിയല്ലായിരുന്നു. ഇപ്പോഴെനിക്ക് നടക്കാൻ വ്യക്തമായ പാത തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഞാൻ കിച്ചുവിനോടൊരു ഹെൽപ്പും ചോദിക്കുന്നില്ല. എന്നോടും ചോദിക്കണ്ട. എനിക്ക് കിട്ടിയ തെളിവുകളൊന്നും ഞാൻ പറഞ്ഞു തരില്ല. ശരി, ഇനി ഞാൻ നിന്നെ ഒന്നിനും വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ല. എടുത്തു ചാടി ഓരോന്നിലും പോയി വെറുതെ തലയിട്ട് കൊടുക്കണ്ട എന്നൊരു ബുദ്ധിയും ഉപദേശിച്ചു തരാനുണ്ട് എനിക്ക്. അതനുസരിക്കുമെങ്കിൽ നിനക്ക് നല്ലത്. കേസും കൂട്ടവും ഒക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്നാ ഇനി ഇങ്ങോട്ട് വരുന്നത്? ഇന്നും നാളെയും എനിക്കിവിടെ നിന്നേ പറ്റൂ. മറ്റന്നാൾ വരാം. ഓക്കെ, മറ്റന്നാൾ നിന്റെ സ്കൂട്ടിയുമായി ഞാൻ വരാം. മറുപടിക്ക് കാത്തു നിൽക്കാതെ ഫോൺ ഡിസ്കണക്റ്റായി. കിഷോർ ഫോൺ വെച്ചു എന്ന് മനസ്സിലായതും അവൾ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്തു. കുറച്ചു നേരം റിങ് ചെയ്തതിന് ശേഷമാണ് അപ്പുറത്ത് കോൾ കണക്റ്റായത്. പറയും മോളെ, എന്താ ഈ നേരത്ത്? എനിക്ക് ഹെൽപ്പ് വേണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരോടും പറയരുത്. മോൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. എന്താണ് വേണ്ടതെന്ന് വിശദമായി പറയൂ. പിന്നീട് നടന്നതെല്ലാം രഹസ്യമായ ചർച്ചകളായിരുന്നു. അവളുടെ മനസ്സിൽ തോന്നിയ സംശയങ്ങളെല്ലാം അവൾ അയാളുമായി പങ്കുവച്ചു. പോലീസ് ആനന്ദ് ഗംഗാധർ സാറിനെ പ്രതി ചേർക്കുന്നതിന് മുൻപ് നമുക്കിതെല്ലാം കണ്ടെത്തണം. ഇനി കുറ്റം ചെയ്തത് അയാളാണെങ്കിലും അല്ലെങ്കിലും ഈ വിവരങ്ങളെല്ലാം കണ്ടെത്തിയതിന് ശേഷം നമുക്ക് പോലീസുമായി പങ്കുചേരാം. ഓക്കെ, ഡൺ. അപ്പുറത്ത് കോൾ കട്ട് ചെയ്യുന്ന ശബ്ദം.